Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU എന്താണെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഇൻട്രൊഡക്ഷൻ നോക്കിയായിരുന്നു, പിന്നെ കുറച്ച് ടൈപ്സ് നോക്കിയായിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ടീച്ചർ. നമ്മള് ICU എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ICU എന്ന് പറയുന്നത് യൂണിറ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത് അല്ലെ. അവിടെ കൂടുതലും ഇന്റൻസീവ് കെയർ ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിട്ടിക്കലി ഇൽ ഓർ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് ICU പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അവിടെ എന്താ നമ്മൾ പറയാം? സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, കൂടാതെ എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, ധാരാളം മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താണ്, ഒത്തിരി എക്യുപ്മെന്റ്സ് ഒരു ICUല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ചിലപ്പോ ഒരു സർജറിക്ക് ശേഷം ICUലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മേ ബി ഇൻ ആക്സിഡന്റ് കേസസ് വെരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്ന ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞു ഒരു വാർഡിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിൽ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ വഷളാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ദാറ്റ് ടൈമില് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞു ഹു ആർ cared for in the ICU. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇത് ഓരോ ടീച്ചേഴ്സും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമില്ല. നമ്മൾ പറഞ്ഞില്ലേ തുടക്കത്തിലേ, ഒരാളെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് ക്ലാസ് ഫുൾ ആയിട്ട് ഡിസ്റ്റർബ് ആവും കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് ശേഷം ചോദിച്ചോളൂ. നമ്മൾ അതിന്റെ ഇടയിൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിലൊരു ഡിലേ വരും കേട്ടോ. മ്യൂട്ട് ചെയ്യാനുള്ളവരെ മ്യൂട്ട് ചെയ്യുക എല്ലാവരും. നമുക്ക് ഒരു കോപ്പറേറ്റ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ അപ്പൊ നമ്മൾ ICU എന്താണെന്ന് മനസ്സിലായില്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഹു ആർ കെയർഡ് ഫോർ ഇൻ ICU അല്ലെ. ആരെയൊക്കെയാണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് ICUല് കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മള് കുറച്ചതിനുള്ള ഒരു പോയിന്റ്സ് പോലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഇത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് വരുന്നതെന്ന് അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെയായിരുന്നു നോക്കാം. ഓക്കെ, ഗായത്രി ഒന്ന് പറയാമോ? പോയിന്റ്സ് ഒന്ന് വായിക്കാമോ ഗായത്രി? ഹലോ മാം. ഓക്കെ ഗായത്രി, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ആ പോയിന്റ്സ് ഒന്ന് വായിക്കൂ. ഹു ആർ കെയർഡ് ഫോർ ഇൻ ICU? സിവിയർ റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, സെപ്സിസ്, കാർഡിയക് അറസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? സെർവർ ബേൺസ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പൊള്ളലുകൾ അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇനി ജസ്റ്റ് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, എന്തെങ്കിലും ശ്വസന സംബന്ധമായിട്ടുള്ള ഫെയിലിയർ വരുന്ന കേസസ് ആണെങ്കിൽ
കാർഡിയോ തൊറാസിക് സർജറി അല്ലെ, ഹൃദയ സംബന്ധം അല്ലെങ്കിൽ രക്തധമനിയുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെയുള്ള സർജറികള് കോംപ്ലക്സ് ആണ്. സ്പൈനൽ സർജറീസ് അല്ലെ, സ്പൈനലിൽ വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസ്. ദെൻ നമ്മൾ പറഞ്ഞു മേജർ ട്രോമ. ട്രോമ മീൻസ് ഓർമ്മയുണ്ടല്ലോ, വലിയ വലിയ ആഘാതങ്ങളോ വീഴ്ചകളോ കുത്തേൽക്കുക അങ്ങനെയുള്ള പരിക്കുകൾ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നമുക്കറിയാം അല്ലെ, ഹൃദയം മാറ്റിവെക്കുക, കരൾ മാറ്റിവെക്കുക അങ്ങനെയുള്ള ട്രാൻസ്പ്ലേഷൻസ്. സെപ്സിസ് മീൻസ് അണുബാധ. അതായത് നമ്മൾ പറഞ്ഞു എന്താ, ബ്ലഡിലൂടെ അണുബാധ കയറി മറ്റു അവയവങ്ങളിലേക്ക് അഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു കാർഡിയാക് അറസ്റ്റ് അല്ലെ, അതായത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലം വരുന്ന അങ്ങനെയുള്ള കേസസുകൾ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു കോമൺ ടൈപ്സ് ഓഫ് ICU. ഇതൊക്കെയായിരുന്നു കോമൺ ടൈപ്സ്. കോമൺ ടൈപ്പ് ഓഫ് ICU നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. മെയിൻ ആയിട്ട് നമ്മൾ 9 ടൈപ്പ് ICU ആണ് പറഞ്ഞത്. ഓക്കെ, കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് ഇത്രയും പേരില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് ഇങ്ങനെ വായിക്കാൻ പറയുന്നത്. എല്ലാവരോടും ചോദിക്കും കേട്ടോ, എല്ലാവരോടും അവസരം. നമുക്ക് ഒരേ ടൈമിൽ എല്ലാവരോടും ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ, നിങ്ങൾ ഇത്രയും പേരില്ലേ. അപ്പോ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ വായിപ്പിക്കാം കേട്ടോ, ഓരോരുത്തരെ കൊണ്ട് ചോദിപ്പിക്കാം പറയിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാവരെയും ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ എല്ലാവരോടും ചോദിച്ച് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു ടൈമിങ് നമുക്കില്ലല്ലോ, 1 hour അല്ലേ ഉള്ളൂ. അപ്പോ ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒരാൾ വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് വായിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത് കേട്ടോ. മാക്സിമം അങ്ങനെ വിളിക്കാത്തവരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കോമൺ ടൈപ്പ് ഓഫ് ICU ആണ് പറഞ്ഞത് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ളത് പറഞ്ഞായിരുന്നു? CICU, cardiovascular thoracic intensive care, gastro intensive care unit, medical intensive care unit, neonatal intensive care unit, neuro intensive care unit, pediatric intensive care, സർജിക്കൽ ഇന്റൻസീവ് കെയർ, ട്രോമ ഇന്റൻസീവ് കെയർ. NICU ഓർമ്മയുണ്ടോ? നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ, നവജാത ശിശുക്കളുടെ അവർക്ക് വേണ്ടിയിട്ടുള്ളത്. സർജിക്കൽ മീൻസ് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി. ട്രോമ മീൻസ് നമ്മൾ പറഞ്ഞു വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ വരുന്ന അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ICUസുകളാണ് ചില ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പോർഷൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെ. അതായത് ഒരു ICUവിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇതായി പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ് 2 യൂണിറ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റ്, ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം പുറമേയുള്ള അല്ലെ ഒരു യൂണിറ്റ്. ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു അടഞ്ഞ യൂണിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഓപ്പൺ യൂണിറ്റ്. എന്താണ് ഈ ഓപ്പൺ യൂണിറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്പൺ യൂണിറ്റിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ ഞാൻ വായിക്കും, എന്റെ ഒപ്പം തന്നെ വായിച്ചു പോവാട്ടോ. Okay, all attending physicians may admit and care for patients. Client's decision falls on director of ICU when there is bed or staff shortage. The major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients. This is the major drawback of this concept. ഐഡിയ ഉണ്ടോ? ഓപ്പൺ യൂണിറ്റ് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ യൂണിറ്റ് ഓൾ അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യന്റ് അല്ലെ. ഇവിടെ ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു തുറന്നൊരു വ്യവസ്ഥയാണ്. കാണുന്നില്ല മിസ്സേ, എഴുതുന്നത് മിസ് കാണിക്കുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കിട്ടി. സ്ക്രീൻ കാണുന്നില്ല, ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. കാണുന്നില്ല. എനിക്ക് കിട്ടി മിസ്സേ, ഇപ്പൊ കാണാം. എന്തോ ഞാൻ പോയതാന്ന് തോന്നുന്നു. ആണല്ലോ, നമുക്ക് ഇടയ്ക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ ആണല്ലോ.
നമുക്ക് നേരത്തെ ഒരു ടെക്നിക്കൽ മെസ്സേജ് ആക്കൂ. എല്ലാവർക്കും കാണുന്നില്ലെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താ പറയാ 9% കാണുന്നുണ്ടെന്നാണ് ഇപ്പൊ കമന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടാ. നമുക്ക് അവരുടെ ടിവിയെ വരാൻ പാടില്ല ക്ലാസ്സിൽ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും നമുക്ക് ഒരാൾക്ക് മാത്രമുള്ളത് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻ മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യന്റ് അല്ലെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻ, അവിടെ അറ്റൻഡ് ആയിട്ടുള്ള എല്ലാ ഫിസിഷ്യൻസ്മാർക്കും രോഗികളെ കെയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അഡ്മിറ്റ് ചെയ്യാനും കെയർ ചെയ്യാനും ഒരു ഫിസിഷ്യന് സാധിക്കും. ട്രയേജ് ഡിസിഷൻ, ട്രയേജ് മീൻസ് ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനങ്ങൾ അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഡയറക്ടർ ഓഫ് ICU when there is bed or staff shortage. In case ഇപ്പോ ICUല് ബെഡ് അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റാഫിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ചുമതല ICU ഡയറക്ടർക്കാണ്. ICUയിൽ ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ICUയിൽ ഒരു ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഡയറക്ടറിന്റെ ചുമതലയാണ് എന്താ, ഒരു ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ICU ഡയറക്ടറാണ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എല്ലാ ഫിസിഷ്യന്മാർക്കും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും കെയർ ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും സാധിക്കും. ഇനി സെക്കൻഡിൽ നോക്കാം, മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിന് അല്ലെങ്കിൽ ഓപ്പൺ യൂണിറ്റ് എന്നൊരു കൺസെപ്റ്റിന് ഒരു ഡ്രോബാക്ക് ഉണ്ടെന്നാണ്, ഒരു അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ഒരു അപാകത ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തോ റേഞ്ച് പോയതായിരിക്കും. മാം മ്യൂട്ട് ചെയ്തോ? റേഞ്ച് പോയത്. എന്ത് പറ്റി? എന്താ പ്രശ്നം? ഇനിയിപ്പോ എന്താ ചെയ്യോ? മാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് വേണ്ടി ജോയിൻ ചെയ്യാം. ഓക്കെ. ലെഫ്റ്റ് വേണോ എല്ലാരും? ഇതെന്താ ലൈവ് ഷെയറിംഗ് ഓൺ യൂട്യൂബ് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നത്? അതിൽ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ നീ അതിലായിരിക്കോ ജോയിൻ ചെയ്യാൻ തരിക?
ആ ഇതില് ഉണ്ടല്ലോ. അങ്ങനെ ആവത്തില്ല. എനിക്ക് വരുന്നില്ല. അത് വേറെ എന്തിന്റെ ആർട്സും കാര്യങ്ങളാണ് കേട്ടോ ജോയിൻ ചെയ്തത്. വേറെ എന്തോ ഇത് കേറി വരണതാണ്. ഗ്രൂപ്പിലുണ്ടെങ്കിൽ എന്റെ നമ്പർ കൂടി ആഡ് ചെയ്യാമോ? എന്താ ഇല്ലേ? പോയോ? ഈ മാമിന്റെ പേരെന്താ? ആരെങ്കിലും പറയാവോ? ക്ലിൻസ. ക്ലിൻസ. അല്ല തെരേസല്ലല്ലോ. എന്താ സ്പെല്ലിങ്? ക്ലിൻസാന്നാണോ? ക്ലിൻസാന്ന് ഞാൻ കേട്ടെ. ട്രീസ. എന്താ പേര്? ടി ആണോ? ഓക്കെ ഓക്കെ താങ്ക് യു. മാമിനെ കാണില്ലല്ലോ അല്ലേ? ഇല്ല. ലെഫ്റ്റ് ആയല്ലോ. മാം ലെഫ്റ്റ് ആയോ? എല്ലാവരും ലെഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. ഓക്കെ. എന്താണാവോ പ്രോബ്ലം? അറിയില്ല. നിങ്ങൾ പുതിയ ഗ്രൂപ്പ് എല്ലാവരും ആഡ് ചെയ്യുവാണെങ്കിൽ എന്നെയും ആഡാക്കൂ. ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, 3:30 വരെയുണ്ട്. ഓക്കെ, അതെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫ്രൈഡേ ഏത് ടീച്ചറായിരുന്നു? പുതിയ ക്ലാസ് വല്ലതും നടന്നായിരുന്നോ? എനിക്ക് തോന്നണ മാമിന് എന്തോ ചിലപ്പോ യൂട്യൂബില് ക്ലാസ് ഇടുണ്ടാവും. യൂട്യൂബിൽ ക്ലാസ് ഇല്ല, റെക്കോർഡ് മാത്രമേ ഇടുള്ളൂ. റെക്കോർഡ് ചെയ്തതേ ഇടുള്ളൂ. അതന്നെ ഉദ്ദേശിച്ചു. സോറി. അതിന് ഈ ക്ലാസ് ഉണ്ടായാലല്ലേ റെക്കോർഡ് വരാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ക്ലാസ്സിന്റെ ടൈമിലും ഈ ലൈവ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ക്ലാസ് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താ പറ്റിയെന്നാവോ? അതെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ നല്ലായിരുന്നു. ഇന്നെന്താ പറ്റിയത്? വരുന്നുണ്ട്. എല്ലാവരും പോയായിരുന്നോ? ക്ലാസ്സിലുണ്ടാ? നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടോ, അതാണ് കേട്ടോ ഒത്തിരി ഡിലേ വന്നത്. കുറച്ച് മൈനസ് വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ മാം, ഓക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് നമ്മളൊന്ന് കോപ്പറേറ്റ് ചെയ്യാട്ടാ. ഈ ഒരു ദിവസം കൂടി ഓ ഷുവർ. ഓക്കെ. ഓക്കെ. നമുക്കത് പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. സോറി, ഇപ്പൊ നിങ്ങളുടെ ടൈം കുറച്ച് വേസ്റ്റ് ആയി. സോറി. സാരില്ല മാഡം. ഓക്കെ മാം കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU. അപ്പൊ ഓപ്പൺ യൂണിറ്റിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻസിന്, എല്ലാ അറ്റൻഡിംഗ് ആയിട്ടുള്ള ഫിസിഷ്യൻസിന് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനും കെയർ ചെയ്യാനൊക്കെ സാധിക്കും. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലോസ്ഡ് യൂണിറ്റ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാട്ടോ. അവിടുത്തെ പോയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ക്ലോസ്ഡ് യൂണിറ്റ്. ക്ലോസ്ഡ് യൂണിറ്റ് പറയുന്നത് the directors and or associates are accountable for all admission and discharges. Once the patient is admitted, the unit team takes case of by collaborating with the admitting team for efficient patient care. Closed units may be helpful for the following reasons. അപ്പോ ക്ലോസ്ഡ് യൂണിറ്റ് എന്താണ്? ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. തുടക്കമല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഓക്കെ. ഇനി മ്യൂട്ട്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കമന്റ്സ് ഒക്കെ എടുത്തുണ്ട്. മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നോക്കാം. The directors and or associate are accountable for all admission and discharges. അവിടെ ഒരു ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും അല്ലെ. അവരാണ് ഈ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. Once the patient admitted, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, then the unit team take case of by collaborating with the admitting team. അവിടെ ഒരു ടീമായിട്ട് തന്നെ എന്തെന്നാണ് പറഞ്ഞത്, ഒരു യൂണിറ്റ് ടീം, അതായത് ഒരു നഴ്സിംഗ് ടീം ഉണ്ടാവാം, ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാവും. ആ ടീമാണ് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് ആ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ടീം ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ക്ലോസ്ഡ് യൂണിറ്റിൽ വരുന്നതെന്ന് നോക്കാം. More timely patient evaluation and treatment initiation. അല്ലെ, അതായത് കൂടുതൽ മോർ ടൈംലി പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു രോഗിയെ കൂടുതൽ സമയത്ത് നിരീക്ഷിക്കാനും അവർക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇനിഷ്യേഷൻ ചെയ്ത് കൊടുക്കുന്നു. Then second point, intensivists are specifically skilled in treating critically ill patient. അതായത് ഇന്റൻസിവിസ്റ്റ് മീൻസ് ICUവിൽ നിൽക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ, സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികള്. അപ്പോ അങ്ങനെയുള്ളവര് ഗുരുതരാവസ്ഥയിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽ പേഷ്യൻസ് അല്ലെ, ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതിൽ പ്രത്യേകം സ്പെഷ്യലി സ്കിൽഡ് ലഭിച്ച ആളുകളെയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ICUവിൽ നിൽക്കുന്ന ആ ഒരു ട്രെയിനീസ്, അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി അവര് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആളുകളായിരിക്കും ഈ ഇന്റൻസിവിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ICUവിലുള്ളവരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഓക്കെ. അപ്പൊ ക്ലോസ്ഡ് യൂണിറ്റില് ഡയറക്ടർ ഉണ്ടാവും, ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും അല്ലെ. അവരാണ് അവരാണ് ഡിസ്ചാർജും അഡ്മിഷൻ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു യൂണിറ്റ് ടീം ആയിരിക്കും പേഷ്യന്റിന്റെ, അവരാണ് കൊളാബറേറ്റിംഗ് വിത്ത് അഡ്മിറ്റ് ടീമാണ് പേഷ്യന്റിന്റെ കെയറും ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ മോർ ടൈംലി പേഷ്യന്റിന് കൂടുതൽ ടൈം ഇവാലുവേറ്റ് ചെയ്യാനും
അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് നൽകാനും സാധിക്കും. പിന്നെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICU സ്പെഷ്യലി അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽഡ് വൈദഗ്ധ്യം നേടിയ വ്യക്തികളെയാണ് ഇന്റൻസിവിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണോ? ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാട്ടോ. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകണേട്ടോ ടീച്ചർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റാഫിംഗ് അല്ലെ. അതായത് ICU നമ്മൾ പറഞ്ഞു ഒരു നഴ്സോ അല്ലെങ്കിൽ 2 നഴ്സസ് മാത്രമല്ല, ധാരാളം എക്യുപ്മെന്റ്സ് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം. സ്പീഡ് കൂടുന്നുണ്ടോ ക്ലാസ്സില്? ആ ഒരു ഡിലേ വന്നത് കൊണ്ടാണ് ഒത്തിരി സ്പീഡ് കൂടിയെങ്കിലും ഒക്കെ സ്പീഡ് കുറക്കാം. റിപ്പീറ്റ് ചെയ്യാട്ടോ. ഇനി നമ്മള് സ്റ്റാഫിംഗ്. ഓക്കെ, ICU സ്റ്റാഫിംഗ് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, സ്പീഡ് കുറക്കാട്ടോ. പെട്ടെന്ന് ആ ഒരു ഡിലേ വന്നപ്പോ ടീച്ചർ പെട്ടെന്ന് അത്രയും ടൈം പോയല്ലോ, അപ്പൊ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാട്ടോ. ഇനി സ്റ്റാഫിംഗ് വരുന്നത് ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റ്. നമുക്ക് പറഞ്ഞില്ലേ ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ഇന്റൻസിവിസ്റ്റ് അതായത് ICU ഒരു ഇൻചാർജ് ഉണ്ടാവും. നമ്മള് ഇപ്പോ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മള് വാർഡിലൊക്കെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ വാർഡിലൊക്കെ ഒരു നഴ്സിംഗ് റൂം ഉണ്ടാവില്ലേ, നമ്മളുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു നേഴ്സ് അവിടെ ഉണ്ടാവും. ആ നേഴ്സായിരിക്കും നമ്മളുടെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടായിരിക്കും? ആ ഒരു ഇൻചാർജിന്റെ അടുത്തായിരിക്കും നമ്മൾ ചോദിക്കുന്നത് അല്ലെ. ICU ഇൻചാർജിന്റെ കയ്യിലായിരിക്കും അവരുടെ അടുത്ത് പോയിട്ടല്ലോ നമ്മൾ പേഷ്യന്റിന്റെ വിവരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ICU ഒരു ഇൻചാർജ് നഴ്സ് ഉണ്ടാവും. അദ്ദേഹം ഒരു ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും. ഇന്റൻസിവിസ്റ്റ് മീൻസ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതിൽ പ്രത്യേകം വൈദഗ്ധ്യം നേടിയ ഒരാളായിരിക്കും ICU ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ. സെക്കൻഡ് പോയിന്റ് റെസിഡന്റ് ഡോക്ടേഴ്സ്. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥിരമായിട്ട് ഒരു ഡോക്ടർ ഉണ്ടാകും ICU. സീനിയർ ഓർ ജൂനിയർ, ഒന്നില്ലെങ്കിൽ ഒരു സീനിയർ ഡോക്ടർ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടർ ICU ഉണ്ടായിരിക്കണം. അതാണ് മെഡിക്കൽ സ്റ്റാഫിൽ വരുന്ന 2 പേര്. ആരൊക്കെയായിരുന്നു? ICU ഇൻചാർജ് ഉണ്ടാകും, റെസിഡന്റ് ഡോക്ടർ, സീനിയർ ഓർ ജൂനിയർ ഡോക്ടർ. Second one ആരാണ്? The respiratory therapist is essential part of an ICU. ICU-ല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. റെസ്പിറേറ്ററി മീൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു ശ്വസനത്തിന്റെ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് റെസ്പിറേറ്ററി ഉദ്ദേശിക്കുന്നത്. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യില്ലേ? ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാ? ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അതുമായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ ആ ഒരു തെറാപ്പിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെയിം റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ അല്ലെങ്കിൽ പൾമണറി, കാർഡിയോ മീൻസ് ഹൃദയ സംബന്ധമായിട്ട് വരുന്ന പ്രോബ്ലംസ് അല്ലെ. പൾമണറി എന്ന് പറഞ്ഞാൽ ശ്വസനാവസ്ഥയിലുള്ളത് അല്ലെങ്കിൽ ശ്വസന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പൾമണറി എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയോയിലും അല്ലെങ്കിൽ പൾമണറി മെഡിസിനിലും എന്നിവയിലും പ്രത്യേകം ട്രെയിനിങ് നേടിയ വ്യക്തികളാണ് ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പൾമണറിയിലും അല്ലെങ്കിൽ കാർഡിയോയിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ബിരുദം നേടിയവരോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തവര് ആ ഒരു ബിരുദം നേടി സ്പെഷ്യൽ ആയിട്ട് സ്കിൽസും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ട്രെയിനഡ് ആയിട്ടുള്ള വ്യക്തിയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ ICU-ലും ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത് വരുന്ന വ്യക്തി നഴ്സിംഗ് സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു ഒരു ഡോക്ടറും ICU ഇൻചാർജ് മാത്രമല്ല, നഴ്സസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നഴ്സിംഗ് സ്റ്റാഫ് എങ്ങനെയാണ്? നഴ്സിംഗ് സ്റ്റാഫ് എന്ന് നോക്കാം കേട്ടോ. ഹൈലി ട്രെയിൻഡ് ആൻഡ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്. അതായത് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ തരത്തിലും എല്ലാ കോമ്പറ്റൻസിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കണം ICU-ല് ഉണ്ടായിരിക്കേണ്ടത്. നഴ്സിംഗ് എയ്ഡ്. നഴ്സിംഗ് എയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഡ് ബോയ്സ് വരാം അല്ലെങ്കിൽ ഫീമെയിൽ അറ്റൻഡർ വരാം.
സ്വീപ്പേഴ്സ് നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഡോക്ടർ, നേഴ്സ് കൂടാണ്ട് തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ സ്വീപ്പേഴ്സും അറ്റൻഡേഴ്സും സ്വീപ്പേഴ്സ് ഒക്കെ ഈ ഒരു ഐസിയിലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കുന്നത് റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. അതായത് ഇവിടെ നമ്മൾ ഒരു നേഴ്സ് വേണമെന്ന് പറഞ്ഞല്ലോ, ഇവിടെ നമ്മളൊരു റേഷ്യോ പോലെ പറയണമെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നേഴ്സ് എന്നൊരു രീതിയിലാണ് നമ്മൾ പേഷ്യന്റ് റേഷ്യോ വരുന്നത്. ഓക്കെയാണോ? സ്പീഡ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആണോ വോയിസ്? ഒന്നുകൂടെ പറയൂ. മാം കുറച്ച് സ്പീഡ് ആവുണ്ട് മാം, ഒന്ന് സ്ലോ. ഓക്കെ. മാം ലാസ്റ്റിലത്തെ പാർട്ട് എങ്ങനെ പറഞ്ഞ 1:1 എന്ന് പറയുമ്പോൾ 1 പേഷ്യന്റിന് അതായത് ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നേഴ്സ് എന്നുള്ളതാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഒരു ICU റൂമില് ഒരു പേഷ്യന്റ് ഓൾറെഡി ഒരു ബെഡിൽ അഡ്മിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റിനും ഒരു നേഴ്സ് കൂടെ ഉണ്ടാവണം. ദെൻ അല്ലെങ്കിൽ 2 പേഷ്യന്റ് ഓൾറെഡി ICUയിൽ അഡ്മിറ്റഡ് ആണ് എങ്കിൽ ആ ഒരു 2 പേഷ്യൻസിനും കൂടി ഒരു നേഴ്സിംഗിലും വേണം. അതാണ് ഒരു ജസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫോർത്ത് വൺ പറയുന്നത് ഓക്സിലറി പേഴ്സണൽ. ഓക്സിലറി പേഴ്സണൽ എന്ന് വെച്ചാൽ ഇവരെ കൂടാതെയുള്ള നെക്സ്റ്റ് പേഴ്സണൽസ് ആരൊക്കെയാണെന്ന് നോക്കാം. ICU ടെക്നീഷ്യൻസ്. നമുക്കറിയാം, നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, ICUയില് ഒത്തിരി ടെക്നീഷ്യൻസ്മാരുണ്ട്, അല്ലെ? എക്യുപ്മെന്റ്സ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. ഈ ഒരു നഴ്സസിനെ സംബന്ധിച്ച് നഴ്സുമാർക്ക് ചിലപ്പോൾ ആ എക്യുപ്മെന്റ് അത് പ്രവർത്തിപ്പിക്കാനോ കണക്ട് ചെയ്യാനോ അറിയില്ലായിരിക്കാം. അപ്പോ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ ആവശ്യമാണ്, അല്ലെ? അതാണ് ICU ടെക്നീഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് എയ്ഡ് നമ്മൾ പറഞ്ഞു, വാർഡ് ബോയ്സോ ഫീമെയിൽ അറ്റൻഡൻസോ സ്വീപ്പേഴ്സ് ക്ലീനേഴ്സ് ഇവരെല്ലാം ചേരുന്നതാണ് ഈ ഓക്സിലറി പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ICUയിൽ വരുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ICUയിൽ ഒരു ഇൻചാർജ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും. അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ICU ഇൻചാർജ്. അപ്പോ ഇൻചാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ICUയിലെ ഒരു എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ICU ഇൻചാർജ് എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. ദെൻ ഒരു ഡോക്ടർ ഉണ്ടാവും, റെസിഡന്റ് ഡോക്ടർ. സീനിയർ ഡോക്ടർ ആവാം അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർ ആവാം. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫ്. ദെൻ നമ്മൾ പറഞ്ഞു ഒരു റെസിപ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാവാം. റെസിപ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കാർഡിയോ ആൻഡ് പൾമണറി, ശ്വാസനത്തിന്റെയും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയോ പൾമണറി മെഡിസിനില് പ്രത്യേകം ഒരു ബിരുദം നേടിയ ഒരു വ്യക്തിയാണ് റെസിപ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ICUയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ നമ്മൾ പറഞ്ഞു നഴ്സിംഗ്. നഴ്സസ് ഉണ്ടാവുമല്ലോ ICUയില്, അല്ലെ? അവരെന്തെങ്കിലുള്ളവരായിരിക്കും? ഹൈലി ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് എന്നൊരു റേഷ്യോയിലായിരിക്കും ICUയില് നഴ്സസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവരെ കൂടാതെ വരുന്ന വ്യക്തികളാണ് ICU ടെക്നീഷ്യൻ. നമുക്കറിയാം ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അല്ലെ? അതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ടെക്നീഷ്യൻസിന്റെ ആവശ്യമുണ്ടല്ലോ. അതിനാൽ ICU ടെക്നീഷ്യൻ ആവശ്യമാണ്. ദെൻ നഴ്സിംഗ് എയ്ഡ്, അല്ലെ? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ്, ക്ലീനേഴ്സും സ്വീപ്പേഴ്സും ഇവരെല്ലാം ICUയിൽ വേണം. ഇത്രയും ആളുകൾ ചേർന്നൊരു യൂണിറ്റ് ആണ് ഒരു ICU റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സ്റ്റാഫ്സ് അടങ്ങിയതാണ്. സ്റ്റാഫിനെ കൂടാതെ എക്യുപ്മെന്റ്സും മോണിറ്ററിംഗും എല്ലാം കൂടി അടങ്ങിയ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ഈ നോട്ട് നമ്മൾ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നില്ലേ?
അപ്പോ PDF നോക്കി പഠിക്കാം. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നോട്ട്സ് നമുക്ക് ഈ ക്ലാസ്സിന്റെ ഇടയിൽ നോട്ട്സ് കൂടി തരുമ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടില്ലല്ലോ, അതാണ് അതിന്റെ ഇടയിൽ നോട്ട്സ് തരാത്തത്. നിങ്ങൾ എന്ത് ചെയ്യാം, ലെക്ചർ നോട്ട് കയ്യിൽ വെക്കുക. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ഓരോ ടീച്ചേഴ്സ് പറയുമ്പോ ഇമ്പോർട്ടന്റ് ആണ് പറയുന്നതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ലെക്ചർ നോട്ട് പോലെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എക്സ്ട്രാ നോട്ട് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാം കേട്ടോ. പിന്നെ ക്ലാസ്സിന് ഇടയിൽ നമുക്കത് നോട്ട്സ് ഒരിക്കലും അങ്ങനെ അവൈലബിൾ അങ്ങനെ തരുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഓപ്പൺ യൂണിറ്റ് പറയാം കേട്ടോ. സ്റ്റാഫിംഗിന്റെ സെക്ഷൻ ഓക്കെ ആണല്ലോ? ഓക്കെയാണ് മാം. Okay, then next one, registrar in ICU. ഇനി ICU അടുത്തൊരു വ്യക്തിയാണ്. ഒരു ICUയുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് ആ വ്യക്തികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ദെൻ റെഡി ആയിക്കോളും, ഓരോ ക്ലാസ് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. ഓക്കെ, രജിസ്ട്രാർ ഇൻ ICU. രജിസ്ട്രാർ നമ്മൾ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ രജിസ്ട്രാറെ കണ്ടു എന്നൊക്കെ പറയാറുണ്ട് കോമൺ ആയിട്ട് അല്ലെ. അപ്പോ രജിസ്ട്രാർ മീൻസ് എന്താണ്, ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ചുമതല ഉള്ള ഒരു വ്യക്തി, അധികാരി, ഉയർന്നൊരു ഉന്നത അധികാരി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതുപോലെ ICUലെ രജിസ്ട്രാർ ആരാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വൺ സീനിയർ റെസിഡന്റ് who becomes registrar post MD will always be on duty. He or she can be consultant later after a few years of attaining experience. One senior resident who becomes registrar. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി റെസിഡന്റ് ആയിരിക്കും രജിസ്ട്രാർ ആവുന്നത്. ഒരു രജിസ്ട്രാർ ICUലെ രജിസ്ട്രാർ എന്ന് പറയുന്നത് അദ്ദേഹം പോസ്റ്റ് MD ആണ്. പോസ്റ്റ് MD മീൻസ് എന്താണ്, ഡോക്ടർ ഓഫ് മെഡിസിൻ എടുത്ത ഒരു വ്യക്തിയായിരിക്കും. അതായത് ഈ നമ്മള് MBBS ഒക്കെ എടുക്കില്ലേ, അപ്പോ ഇപ്പൊ ബിരുദമാണ് MBBS എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞിട്ടുള്ള ബിരുദാനന്തര ബിരുദം PG ലെവലൊക്കെ അതിനാണ് ഈ പോസ്റ്റ് MD എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ബിരുദാനന്തര ബിരുദം പോസ്റ്റ് MD ഉള്ള ഒരു പോസ്റ്റ് MD എടുത്ത ഒരു വ്യക്തി ആയിരിക്കും ഒരു ICU will always be on duty. അദ്ദേഹം എപ്പോഴും ഡ്യൂട്ടിയിൽ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് ICUവിൽ സ്ഥിരം ഒരു ഡ്യൂട്ടി ഉണ്ട്. He or she അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആർക്കാണോ he or she can be consultant later after few years of attaining experience. ഇപ്പോ ഒരു ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കൺസൾട്ടന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. രജിസ്ട്രാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസ്റ്റ് MD എടുത്ത ഒരു വ്യക്തിയായിരിക്കും ICUവിലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. ദെൻ ആൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചു നാളത്തെ എക്സ്പീരിയൻസിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും, കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ല എന്ന് പറയുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ രജിസ്ട്രാറിന്റെ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ ഒന്നുകൂടി? ബിരുദാന്തര ബിരുദമുള്ള ആളായിരിക്കും പോസ്റ്റ് MD ആയിരിക്കും. ഓക്കെ, പറയാം. പോസ്റ്റ് MD ആയിരിക്കും. പിന്നെ പറഞ്ഞു ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് വഴി കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട്, വോയിസ് കട്ടായി പോകുന്നുണ്ട് എന്റെ എല്ലാവർക്കും? നിങ്ങളുടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാട്ടോ. എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ഇവിടെ രജിസ്ട്രാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ് MD എടുത്ത ഒരാളായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് കൺസൾട്ടന്റ് ചെയ്യാമെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഡോക്ടേഴ്സിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു എന്താണ് സീനിയർ ആയിട്ടുള്ള ഒരു നേഴ്സ് ഉണ്ടാവും അല്ലെ. ചിലപ്പോ ആ ഒരു നേഴ്സിന് അത്യാവശ്യം ഒരു ഇപ്പോ മേ ബി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡെലിവറി കേസസിന്റെ ഒക്കെ കൂടെ ഡോക്ടേഴ്സിന്റെ ഒപ്പം നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ സ്പീഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ ആൾക്ക് ചിലപ്പോ എന്താണ് ഇൻകേസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ പേഷ്യന്റിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ഡോക്ടർ ചിലപ്പോ ആ ടൈമിൽ ചിലപ്പോ ഇൻകേസ് എന്തെങ്കിലും നമ്മുടെ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഡെലിവറി ആർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു
ഹെൽപ്പർ അല്ലെങ്കിൽ ആ ഒരു നേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ആ കൂടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സുകളും അവർക്ക് അറിയാം നല്ല രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കൺസൾട്ട് ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. അതായത് ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ അവർക്ക് ആ നിന്നുകൊണ്ടുള്ള അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോ സെയിം ആ ഒരു മീനിങ് തന്നെയാണ് രജിസ്ട്രാർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ICUല് അത്രയും വർഷം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഡോക്ടറിനെ പോലെ തന്നെ ചിലപ്പോൾ കൺസൾട്ടന്റ് ചെയ്യാനായിട്ട് ആഫ്റ്റർ ഇയേഴ്സിന് ശേഷം ആ ഒരു രജിസ്ട്രാറിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ. എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആയല്ലേ? ഓക്കെ കേട്ടാ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടി. ഈ ആർക്കാണ്? സീനിയറിനും അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാഫിനും 12 മണിക്കൂറാണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ ICUവിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറായിരിക്കും. Then senior resident has right to start the perform emergency treatment which may be inevitable without the permission. Later consultant must be informed. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു മുതിർന്ന സീനിയർ റെസിഡന്റിന്, അതായത് ഈ പറഞ്ഞ രജിസ്ട്രാർ അല്ലെ, ഈ ഒരു സീനിയർ റെസിഡന്റിന് എന്താണ് അടിയന്തര ചികിത്സ, പെട്ടെന്ന് എമർജൻസി കേസൊക്കെ വരില്ലേ, അങ്ങനെയുള്ളവരെ ചികിത്സ ആരംഭിക്കാനും ആ ഒരു ചികിത്സ നടത്താനുമുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കൺസൾട്ടന്റ് രൂപീകരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യാം? എമർജൻസി ആയിട്ട് വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇല്ല മാം, ഒന്നും കൂടി പറയോ? എനിക്കത് ക്ലിയർ ആയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പോസ്റ്റ് MD എടുത്ത ആളാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഒരു 5-6 അല്ലെങ്കിൽ ഒരു ഇത്ര ഇയർ, ഒരു കുറെ വർഷം നിൽക്കുമ്പോൾ ആ ഒരു ഫീൽഡിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയില്ലേ. അപ്പോ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ ആൾക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസൾട്ടന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സെയിം ആ ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ആ സീനിയർ റെസിഡന്റിന് ഹാസ് റൈറ്റ് ടു സ്റ്റാർട്ട് എമർജൻസി കേസസ് വന്നു പെട്ടെന്ന് ICUവിൽ അല്ലെങ്കിൽ എമർജൻസി കേസസ് വരുമ്പോ ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും അല്ലെ, ചികിത്സ ആരംഭിക്കാനും അത് നടത്താനുമുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഈ ഒരു സീനിയർ റെസിഡന്റിന് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പെർമിഷൻ ഒന്നും കൂടാതെ തന്നെ അവർക്ക് ചികിത്സ ആരംഭിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ റൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്? ആള് പോസ്റ്റ് MD ആണ്, കൂടാതെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചികിത്സിക്കാം. അതൊരു റൈറ്റ് ആണ്. അങ്ങനെ നിയമം എന്നല്ല, മീൻസ് അവകാശമുണ്ട്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എമർജൻസി കേസസിൽ അറ്റൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾക്ക് ചില പോയിന്റ്സ് കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോയിന്റ് വെച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നതൊക്കെ ടീച്ചർ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ. അപ്പൊ ഈ നോർമൽ കണ്ടീഷനിൽ ഈ രജിസ്ട്രാറിന് പ്രത്യേകിച്ച് ഡ്യൂട്ടീസ് ഇല്ല? നോർമൽ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് രജിസ്ട്രാറിൻ ICUവിലാണ് ഈ രജിസ്ട്രാർ ഉള്ളത്. ICUവിൽ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ട് എമർജൻസി കേസസ് ഒക്കെ ICUവിൽ ഓൾറെഡി വരുന്നത്. ഓരോ സെക്ഷനിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻചാർജ് ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ICUവിലെ രജിസ്ട്രാറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരു ICUവിലെ രജിസ്ട്രാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. Then junior resident in ICU. Then next പറഞ്ഞു പോവുകയാണ് കേട്ടോ. മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ജൂനിയർ റെസിഡന്റ് ഇൻ ICU. നമ്മൾ ഇത്ര നേരം സീനിയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ, സീനിയറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ജൂനിയർ റെസിഡന്റ് ഇൻ ICU നോക്കാം. One doctor in training during post graduation. ജൂനിയർ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളൂ. മറ്റേത് നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എക്സ്പീരിയൻസിലുള്ള ആളാണ് സീനിയർ രജിസ്ട്രാർ എന്ന് പറയുന്നത് അല്ലെ. ഇനി വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാകും.
will be duty in unit day and night. ഡേയിലും നൈറ്റിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ അവൈലബിൾ ആണ് ICUയിൽ. ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ് while in ICU and preparing summaries. എന്താണ് ആ ഒരു ജൂനിയർ ഡോക്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. പിന്നെ എന്താണ്? പ്രിപ്പയറിംഗ് സമ്മറീസ് തയ്യാറാക്കുക. റെക്കോർഡ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മള് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ഓരോ മിനിറ്റിലും ICUയിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ പൾസ് ഉണ്ടോ, BP ഉണ്ടോ, അല്ലെങ്കിൽ മോണിറ്ററിംഗിൽ വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കില്ല, റെക്കോർഡാക്കി. അതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടോട്ടലൈസ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് എഴുതുന്നതിനെയാണ് സമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ സമ്മറി തയ്യാറാക്കേണ്ട ചുമതല ആർക്കാണ്? ഈ ജൂനിയർ ഡോക്ടറിനാണ്. അദ്ദേഹം എന്താണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കും. അദ്ദേഹം ഡേയിലും നൈറ്റിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ജൂനിയർ ഡോക്ടർ. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോണേണ്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ഇനി എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഈ ICUയിലോട്ട് ഓൾറെഡി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നോക്കാം കേട്ടോ എങ്ങനെയുള്ള ക്രൈറ്റീരിയ, എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്നാണ് നോക്കുന്നത്. To optimize ICU resource and enhance outcomes, ICU admissions should be guided on the basis of combination factors. ഏതെല്ലാം ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ നടക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, എളുപ്പമാണ്, വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, prioritization in accordance with the patient severity of illness. നമുക്കറിയാം പ്രയോർ അല്ലെങ്കിൽ പ്രിഫറൻസ് നൽകുന്നു എന്നൊക്കെ പറയില്ല, അതായത് ഒരു മുൻഗണന അല്ലെ. അപ്പോ നോക്കാം, രോഗിയുടെ ഒരു പേഷ്യന്റിന്റെ സെവറിറ്റി ഓഫ് ഇൽനെസ്, സെവറിറ്റി മീൻസ് തീവ്രത, അതായത് രോഗത്തിന്റെ കൂടിയൊരവസ്ഥയാണോ, വഷളാവുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്രിട്ടിക്കൽ ആണോ, അങ്ങനെ രോഗിയുടെ ഒരു അപ്പോഴത്തെ അവസ്ഥ എന്താണ്, രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മുൻഗണന നൽകുന്നത്. ICUയിലേക്ക് അഡ്മിഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് അല്ലെ. നമ്മൾ പറഞ്ഞു, ഒരു ചുമ്മാ ഒരു പനിയോ ചുമയോ ഉള്ള ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യാറില്ല അല്ലെ. ആ രോഗിയുടെ രോഗത്തിന്റെ മൂർച്ഛത അല്ലെങ്കിൽ ആ രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ICUയിൽ അഡ്മിറ്റ് ചെയ്യുക ആണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Then second point, specific patient need such as life supportive therapists. ചില സന്ദർഭങ്ങളിൽ നിർദ്ദിഷ്ട രോഗികൾക്ക് ലൈഫ് സപ്പോർട്ട് തെറാപ്പിസ്റ്റ് ആവശ്യമായിരിക്കും. ഈ മോണിറ്ററിംഗ് സംഭവം പറഞ്ഞില്ലേ, അതൊക്കെ അത്യാവശ്യമായിരിക്കും. ചിലപ്പോൾ ഓക്സിജൻ കിട്ടാത്ത പേഷ്യന്റ് അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ് മൂലം വരുന്നവർക്ക് ഓക്സിജൻ സിലിണ്ടറൊക്കെ ആവശ്യമായിരിക്കും. മോണിറ്ററിംഗ് സിസ്റ്റം ആ ഒരു ലൈഫ് സപ്പോർട്ട് ആവശ്യമായി വരുന്ന രോഗികളുണ്ട്. അവർക്കൊക്കെ എന്താണ് ICU അഡ്മിഷൻ ആയിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. അതായത് ഇങ്ങനെയുള്ള മോണിറ്ററിംഗ് സിസ്റ്റം, ഓക്സിജൻ സിലിണ്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിലും എന്ത് വേണം? ICU അഡ്മിഷൻ കൊടുക്കണം. Then മൂന്നാമത്തെ പോയിന്റ്, ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് മീൻസ് എന്താണ്? രോഗനിർണയം അല്ലെ. ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോയി നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, രോഗനിർണയം നടത്തി. അപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, ഇപ്പൊ തന്നെ സഡൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിൽ രോഗം നിർണയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ICUയിലോട്ട് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യും. Then പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് മീൻസ് ഈ ഡയഗ്നോസിസിന്റെ പോലെ തന്നെ പ്രവചിക്കുക, അല്ലെങ്കിൽ ഇന്ന രോഗമാണ് ലാബ് ടെസ്റ്റുകളിലൂടെയും അല്ലാതെയുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് രോഗം കണ്ടെത്താനായിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഫിസിഷ്യന് ആ രോഗം നിർണ്ണയിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യും, ടെസ്റ്റുകളൊക്കെ ചെയ്യും. ടെസ്റ്റുകളുടെയൊക്കെ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന രോഗം സ്ഥിരീകരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗപ്രവചനം അല്ലെങ്കിൽ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ICU അഡ്മിഷൻ കൊടുക്കും.
Then potential benefit from interventions അല്ല ഇന്റർവെൻഷൻസ്, അതായത് ബെനിഫിറ്റ് ലഭിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ ഐസിയുലുള്ള സഡൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന രോഗികളുണ്ട്. അവർക്ക് ബെനിഫിറ്റബിൾ ഐസിയുയിൽ കിടക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ സഡൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ICU അഡ്മിഷൻ ആയിരിക്കും നൽകുക. ദെൻ ബെഡ് അവൈലബിലിറ്റി മ്യൂട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന്. ഓക്കെ, ബെഡ് അവൈലബിലിറ്റി കൂടെ പറയോ പൊട്ടൻഷ്യൽ ബെനിഫിറ്റിന്റെ? ഓക്കെ പറയാം. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചില പേഷ്യൻസിന് വാർഡിൽ അഡ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവരുടെ ഇതുപോലെ എന്തെങ്കിലും മോണിറ്ററിംഗ് സിസ്റ്റം ആവശ്യമായിട്ട് വരാം. ഇൻ കേസ് ഓക്സിജന്റെ ബുദ്ധിമുട്ടുകൾ വരാം. ഇങ്ങനെയുള്ള കുറച്ച് എന്താ അവർക്ക് ബെനിഫിറ്റബിൾ ആണ്. ICUയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. പെട്ടെന്ന് സഡൻ ICUയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. ക്രിട്ടിക്കലി ആയിട്ടുള്ള അവിടെ ഇത്രയും നേഴ്സസ് ഉണ്ടാവും, സ്പെഷ്യലൈസ്ഡ് കെയർ ലഭിക്കും. അങ്ങനെയുള്ള ബെനിഫിറ്റ് വേണം എന്നുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICU അഡ്മിറ്റ് ചെയ്തത്. വേറെ ഒന്നല്ല, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ അങ്ങനെ ലഭിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക ICUയില്. അത്രയും വിചാരിക്കാം കേട്ടോ. കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാനില്ല പോയിന്റ്സ് കേട്ടോ. ബെഡ് അവൈലബിലിറ്റി നമ്മൾ പറഞ്ഞു, ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോ ഇവിടുന്ന് നമ്മൾ ആംബുലൻസിൽ ഈ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അവിടുത്തെ ICUയില് ഓൾറെഡി ആളുകൾ അഡ്മിഷൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഷ്യന്റിന് കിടക്കാനായിട്ട് ബെഡൊന്നും ഇല്ല, ബെഡ് അവൈലബിലിറ്റി ഒന്നും ഇല്ല. ഈ പേഷ്യന്റിന് എന്ത് ചെയ്യും? വീണ്ടും അവിടെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ പേഷ്യന്റിനെ വെച്ച് ട്രാവൽ ചെയ്യുന്ന കാര്യം വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മുൻകൂട്ടി ആളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ICUയിൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോ വാർഡിൽ നിന്നും ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കേസസ് ആണെങ്കിൽ വാർഡിലത്തെ ആ ഒരു ഇൻചാർജ് ICUയിൽ കണക്ട് ചെയ്ത് വിളിക്കും. ഇങ്ങനെ ഒരാളെ ഞങ്ങള് ഇപ്പോ ഈ പേഷ്യന്റിന് ക്രിട്ടിക്കലായി ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ബെഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷമായിരിക്കും ICUയിലോട്ട് അഡ്മിഷൻ കൊടുക്കുക. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ICU അഡ്മിഷനിൽ വരുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പറയുന്നത് പ്രയോറിറ്റൈസേഷൻ അക്കോർഡൻസ്. ഞാൻ പറഞ്ഞു, രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അഡ്മിഷൻ നൽകും. ദെൻ നമ്മൾ പറഞ്ഞു ലൈഫ് സപ്പോർട്ട് ആവശ്യമായി വരുന്ന പേഷ്യൻസിന് ICU അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ രോഗനിർണയത്തിലൂടെയും അല്ലെങ്കിൽ രോഗപ്രവചനത്തിലൂടെയും ഇന്ന രോഗമാണ്, ക്രിട്ടിക്കൽ ആണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം നിർണയിച്ചതിന് ശേഷം നമ്മൾ ICU അഡ്മിഷൻ നൽകും. ദെൻ നമ്മൾ പറഞ്ഞു ആർക്കെല്ലാമാണോ ICUയിലെ ബെനിഫിറ്റ്സ്, അതായത് ആ ഒരു കെയറും സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ടത് അവരെയും നമ്മൾ ICU അഡ്മിഷൻ ആയിരിക്കും ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു ബെഡ് അവൈലബിലിറ്റി, ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ, ആൾക്ക് അവിടെ പ്രോപ്പർ ആണോ എന്നൊക്കെ എല്ലാം അത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ICU അഡ്മിഷൻ നൽകുകയുള്ളൂ. ഇത്രയുമാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇടയ്ക്ക് വെച്ച ടെക്നിക്കൽ പ്രോബ്ലം വന്നതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ ആയി പോയി. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാക്കാട്ടോ അതൊക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. സമയം കിട്ടുന്നത് പോലെ നല്ല രീതിയിലൊക്കെ വായിക്കുക. എല്ലാവരും കയ്യില് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോപ്പി എടുത്ത് വെക്കണം കേട്ടോ. കോപ്പി എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് വായിക്കുന്നതനുസരിച്ച് അണ്ടർലൈൻ ചെയ്ത് പോവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മാം, ചോദിച്ചോളൂ. ഇന്ന് എടുത്തതിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ഭാഗങ്ങളുണ്ടോ? ഓക്കെ, നമ്മള് ഇന്ന് എടുത്തതിനകത്ത് നമ്മള് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും നിങ്ങളൊന്ന് വായിക്കുക. ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്റ്റാഫിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്റ്റാഫ് ആരൊക്കെയാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറെ ടേമുകളില്ലേ, ചില ടേംസ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ടേംസ് ഒക്കെ മെയിൻ ആയിട്ട് അത് നിങ്ങൾ കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. രജിസ്ട്രാർ ഇൻ ICU, ആ രജിസ്ട്രാറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഡ്യൂട്ടീസ് എന്നിട്ട് ആരുടെ ഡ്യൂട്ടീസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞൂടെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ക്രൈറ്റീരിയയിൽ വരുന്ന ഈ പോയിന്റ് ആയിട്ടൊക്കെ തന്നിട്ടില്ലേ, അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കണം നിങ്ങൾ.
ദെൻ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫോമുകൾ നമ്മൾ NICU MICU ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് അതിലൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം, അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഒരു ടേം, എങ്ങനെയാണോ വേർഡ്, അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സ്ട്രാ എഴുതാനൊന്നും ഇല്ലാലോ, അപ്പോൾ നമ്മളുടെ ആ PDF പോലെ തന്നെ ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഫസ്റ്റില് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 week ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ, നമ്മൾ ഇതിനോട് ഈ ഒരു ടോപ്പിക്കിനോട് ചേർന്ന് പോയിക്കോളും. ആദ്യമായിട്ട് ഹോസ്പിറ്റലിന്റെ ടേമുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും കേട്ടോ. അതൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ച് വരികയില്ല, ഓരോ സെക്ഷൻ നമുക്ക് അതിനോട് നമ്മൾ കുറച്ചും കൂടി അടുക്കും. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നു, കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതെല്ലാം പരിഹരിക്കാം കേട്ടോ. ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് മാം. അതായത് ഈ ഓപ്പൺ യൂണിറ്റും ക്ലോസ് യൂണിറ്റും ഇല്ലേ, ഇതിന്റെ രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാവോ? ഓപ്പൺ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താ, എല്ലാ ഫിസിഷ്യൻസിനും അഡ്മിറ്റ് ചെയ്യാനും പേഷ്യന്റിനെ കെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ എന്തെങ്കിലും അവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് ചിലപ്പോ ക്രിട്ടിക്കലി പേഷ്യൻസിനെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനുകൾ നമുക്ക് കിട്ടിക്കാണില്ല എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലെ. അതായത് എന്താണ്, മോർ ടൈം ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ രണ്ടും പഠിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പഠിച്ചാൽ മതി, ഓപ്പണും ക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരില്ല കേട്ടോ. കമ്പയർ ചെയ്ത് പഠിക്കുക. ഓപ്പണിൽ എന്താണോ അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് അല്ലെ ക്ലോസ്ഡ് വരുന്നത്. ക്ലോസ്ഡ് കുറച്ചും കൂടി ഇന്ററാക്ഷൻ കൂടി പേഷ്യന്റിനോട് അല്ലെ. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഒരു തുറന്നതാണ്, ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അടഞ്ഞൊരു ഇതാണ്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇതുവരെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ അഡ്മിഷൻ ക്രൈറ്റീരിയ വരെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ക്ലാസ് കാണാത്തവരൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ എല്ലാവരും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണുക. നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ തരും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. 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 താങ്ക് യു.